നമസ്കാരം. പശ്ചിമേഷ്യയിലെ കടൽപാതകൾ ഇപ്പോൾ യുദ്ധഭൂമിയാവുകയാണ്. ലോകത്തിന്റെ എണ്ണ നാടിയായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ വെറും വ്യാപാര പാതയല്ല, ശക്തികളുടെ ഏറ്റുമുട്ടലിന്റെ കേന്ദ്ര ബിന്ദുവായി അത് മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് നാവിക ഉപരോധം ശക്തമാക്കിയതോടെ ടെഹ്റാനിൽ നിന്നെത്തിയ മറുപടി ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇത് വെറും പ്രതിഷേധമല്ല, ഒരു തുറന്ന മുന്നറിയിപ്പാണ്. ഈ ഉപരോധം തുടരുകയാണെങ്കിൽ അതിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാന്റെ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഉപരോധം തുടരുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലൂടെയുള്ള എല്ലാ കയറ്റുമതി ഇറക്കുമതി പ്രക്രിയകളും തടയുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന അമേരിക്കയുടെ ഈ നിയമവിരുദ്ധ നടപടിയെ ഇറാന്റെ സായുധ സേന ശക്തമായി നേരിടുമെന്നും ദേശീയ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടത്തുന്നതിനായി ഏപ്രിൽ 8-നാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഉപരോധങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെടുന്ന 10 പദ്ധതിയാണ് ഇറാൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 21 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നുവെങ്കിലും ഒരു കരാറിലെത്താൻ ഇരുപക്ഷത്തിനും സാധിച്ചില്ല. അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇറാനിയൻ പ്രതിനിധി സംഘം ഒടുവിൽ ടെഹ്റാനിലേക്ക് തന്നെ മടങ്ങി. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായുള്ള കപ്പലുകൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച മുതൽ നാവിക ഉപരോധം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ 10 കപ്പലുകൾ തിരിച്ചയച്ചുവെന്നാണ് US സൈന്യം അറിയിച്ചത്. തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ നീക്കം എന്താണ്? ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ എല്ലാ കടൽ വ്യാപാരവും തടയുക. ഇതിനായി യുദ്ധക്കപ്പലുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ചിരിക്കുകയാണ്. ഈ ഉപരോധം ഇതിനകം തന്നെ നിരവധി കപ്പലുകളെ തിരിച്ചു പോകാൻ നിർബന്ധിതമാക്കി. എന്നാൽ ഇറാൻ ഇതിനെ വെറും സാമ്പത്തിക സമ്മർദ്ദമായി മാത്രം കാണുന്നില്ല. ഇത് അവരുടെ സ്വാധീനത്തിനെതിരായ ആക്രമണമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് നമ്മുടെ പരമാധികാരത്തിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് യഥാർത്ഥ ഭീഷണി ഉയരുന്നത്. അമേരിക്ക പിൻവാങ്ങുന്നില്ല എങ്കിൽ ഹോർമൂസ് മാത്രമല്ല, റെഡ് സീ, ഒമാൻ കടൽ, ഗൾഫ് മേഖല എല്ലാ പ്രധാന വ്യാപാര പാതകളും ഇറാൻ തടയുമെന്നതാണ് മുന്നറിയിപ്പ്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു സാധാരണ സൈനിക സംഘർഷമല്ല. ഇത് ആഗോള സാമ്പത്തിക സംവിധാനത്തെ തന്നെ ബാധിക്കാവുന്ന മാരിടൈം വാറാണ്. ഇതിനപ്പുറം ഇറാൻ നൽകിയ ഏറ്റവും ശക്തമായ സന്ദേശം മറ്റൊന്നാണ്. അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരിട്ട് ആക്രമണം നടത്താനും അവ തയ്യാറാണെന്നാണ് സൂചന. ആദ്യ മിസൈലിൽ തന്നെ US കപ്പലുകൾ തകർക്കുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ചോദ്യം കൂടുതൽ ഗുരുതരമാകും. അമേരിക്ക ഈ ഉപരോധം തുടരുമോ, അല്ലെങ്കിൽ ഇറാന്റെ ഭീഷണി യാഥാർത്ഥ്യമായി മാറുന്നതിന് മുൻപ് പിൻവാങ്ങുമോ? കാരണം ഈ ഏറ്റുമുട്ടൽ നിയന്ത്രണാതീതമാകുന്നുവെങ്കിൽ അതിന്റെ ആഘാതം വെറും പശ്ചിമേഷ്യയിൽ ഒതുങ്ങില്ല. ആഗോള എണ്ണവില, വ്യാപാരം മുതൽ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വരെ അതിന്റെ ആഘാതം അനുഭവിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഇതൊരു തന്ത്രപ്രയോഗം മാത്രമല്ല, ഇത് നേരിട്ടുള്ള ശക്തി പ്രകടനത്തിലേക്ക് വഴിമാറുകയാണ്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു, പക്ഷേ ഇറാൻ പറയുന്നത് വ്യക്തമാണ്, തിരിച്ചടി ഉണ്ടാകും, അതും ശക്തമായത് തന്നെ.